വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കേരളത്തിലെ വനങ്ങളാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു രാജ്യത്തിന് ആ രാജ്യത്തിന് എത്രമാത്രം വിസ്തൃതി ഉണ്ടോ ആ വിസ്തൃതിയുടെ 33% വനം വേണമെന്നാണ്. മനസ്സിലായോ? അപ്പൊ ദേശീയ വന നിയമപ്രകാരം പറയപ്പെടുന്നത് ഒരു രാജ്യത്തിന് ആ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 33% വനം വേണമെന്നാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതി അനുസരിച്ച് കേരളത്തിന് 38,863 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം ഉണ്ടല്ലോ. ആ വിസ്തീർണത്തില് കേരളത്തിൽ 26.95% വനമുണ്ട്. അപ്പൊ കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 26.95% വനാണ്. അപ്പൊ ഏകദേശം നമുക്ക് 27% വനം എന്ന് പറയാം അല്ലെ. ഇനി ഇതില് നമ്മളിപ്പോ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ വനമുള്ളതിൽ 13ാമത്തെ പൊസിഷനാണ്, 13ാമത്തെ റാങ്ക് ആണ് ആർക്കുള്ളത്? കേരളത്തിനുള്ളത്. ഇനി കേരളത്തിൽ എങ്ങനെയുള്ള വനങ്ങളാണ്? കേരളത്തിൽ ഉപോഷ്ണ, ആർദ്ര, ഇലപൊഴിയും വനങ്ങൾ അഥവാ മൺസൂൺ കാടുകളാണ് കാണപ്പെടുന്നത്. അപ്പൊ കേരളത്തിൽ എത്തരത്തിലുള്ള വനങ്ങളാണ് കാണപ്പെടുന്നത്? ഉപോഷ്ണ, ആർദ്ര, ഇലപൊഴിയും വനങ്ങൾ അല്ലെങ്കിൽ മൺസൂൺ വനങ്ങൾ അല്ലെങ്കിൽ മൺസൂൺ കാടുകൾ കാണപ്പെടുന്നു. ഇനി കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ അഥവാ മഴക്കാടുകളും കാണപ്പെടുന്നുണ്ട്. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ അഥവാ മഴക്കാടുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? പശ്ചിമഘട്ട മലനിരകളിലാണ് കാണപ്പെടുന്നത്. എവിടെയാണ്? പശ്ചിമഘട്ട മലനിരകളിലാണ് കാണപ്പെടുന്നത്. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ അഥവാ മഴക്കാടുകൾക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയപ്പെടുന്നത് ഇതിനെയാണ്? സൈലന്റ് വാലിയാണ് കേട്ടോ. ഇനി അടുത്തത്, തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്നത് 1887. അതായത് ബ്രിട്ടീഷുകാർ കേരളം ഭരിക്കുമ്പോൾ തന്നെ 1887 തിരുവിതാംകൂറിൽ എന്ത് വന്നിട്ടുണ്ട്? വനനിയമം നിലവിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് ആദ്യത്തെ റിസർവ് വനമായി നമ്മൾ കോന്നിയെ പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1888. 88 കോന്നി എന്തായി? തിരുവിതാംകൂറിലെ ആദ്യത്തെ റിസർവ് വനമായി. ഇനി കേരളത്തിൽ വനനിയമം എന്ന നിലവിൽ വന്ന 1961 നിലവിൽ വന്നു. അപ്പൊ കേരളത്തിൽ വനനിയമം നിലവിൽ വന്ന വർഷം 1961 ആണ്. ഇനി നോക്കൂ, കേരളത്തില് വനനിയമം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിലെ വനങ്ങളെ നമ്മൾ 36 ഡിവിഷനുകളായിട്ട് ഭാഗിച്ചു. അപ്പൊ കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പറയും? 36. ഏറ്റവും വലിയ വനം ഡിവിഷൻ ഏതാ? റാന്നി. ഏറ്റവും ചെറിയ വനം ഡിവിഷൻ ഏതാ? ആറളം. അപ്പൊ കേരളത്തിൽ എന്താ പറഞ്ഞത്? 26.95% വനന്റെ വിസ്തൃതിയുടെ വനവിസ്തൃതിയിൽ കേരളം ഇന്ത്യയിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ 13ാമത്തെ സ്ഥാനമാണ്. ഒരു രാജ്യത്തിന് മിനിമം അതിന്റെ ഭൂവിസ്തൃതിയുടെ 33% വനം വേണം. ഇനി കേരളത്തിൽ ഉപോഷ്ണ, ആർദ്ര, ഇലപൊഴിയും വനങ്ങൾ അഥവാ മൺസൂൺ വനങ്ങൾ കാണപ്പെടുന്നു. കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ അഥവാ മഴക്കാടുകളും കാണപ്പെടുന്നു. അവ കാണപ്പെടുന്നത് പശ്ചിമഘട്ട മലനിരകളിലാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം സൈലന്റ് വാലിയാണ്. ഈ തിരുവിതാംകൂറിൽ വനനിയമം വന്നത് 1887. തിരുവിതാംകൂറിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കോന്നി ആദ്യ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1888. ഇനി കേരളത്തിൽ വനനിയമം നിലവിൽ വന്ന വർഷം 1961. കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം 36. അതിൽ ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നിയും ചെറിയ വനം ഡിവിഷൻ ഏതുമാണ്? ആറളവുമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കൂ. കേരളത്തില് വനം കൂടുതലുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. നമ്മൾ പറഞ്ഞു 4 ദേശീയോദ്യാനങ്ങൾ ഇടുക്കിയിലുണ്ട്. ഇനി നമ്മള് വന്യജീവി സങ്കേതങ്ങൾ പഠിക്കുമ്പോൾ 4 വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് വനം കൂടുതലുള്ള ജില്ല ആയതുകൊണ്ടാണ് വന്യജീവി സങ്കേതം ദേശീയോദ്യാനം ഒക്കെ ഇത്രയും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പൊ വനം കൂടുതലുള്ള ജില്ല ഇടുക്കി. എന്നാൽ വനം കുറവുള്ള ജില്ല ചോദിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ. ആലപ്പുഴയില് വളരെ കുറച്ച് മാത്രമേ എന്തുള്ളൂ? ഇത്രേ വനമുള്ളൂ. ഇനി റിസർവ് വനം, പ്രൊട്ടക്റ്റഡ് ഏരിയ കേട്ടോ. റിസർവ് വനം ഏറ്റവും കൂടുതലുള്ളതാ ചോദിക്കണേ വെച്ചാൽ നമ്മൾ പത്തനംതിട്ടയാ പറയാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് വനം എവിടെയാ? പത്തനംതിട്ട. കുറവ് ചോദിക്കാൻ വെച്ചാലോ? ആലപ്പുഴ. അതും കുറവ്. വനം കുറവ് ആലപ്പുഴ, റിസർവ് വനവും കുറവ് ചോദിക്കുമ്പോ എന്താ നമ്മൾ പറയണേ? ആലപ്പുഴ തന്നെയാ പറയണേ കേട്ടോ. ഇനി ആലപ്പുഴയിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? ഏതാണ് ആലപ്പുഴയിലെ ആദ്യത്തെ റിസർവ് വനം? വിയ്യാപുരമാണ്. ഏതാണ്? വിയ്യാപുരമാണ് ആലപ്പുഴയിലെ ആദ്യത്തെ റിസർവ് വനം. നെക്സ്റ്റ് വൺ, സാധാരണ കാടുകളല്ലാതെ കണ്ടൽ കാടുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ കേരളത്തിൽ കണ്ടൽ കാടുകൾ കൂടുതൽ കാണപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം കാണപ്പെടുന്നത്
കൊയിലാണ്ടിയിലാണ്. എവിടെയാണ്? കൊയിലാണ്ടി. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടി. എന്നാൽ കണ്ടൽ ഗവേഷണ കേന്ദ്രമാണ് ചോദിക്കണേ വെച്ചാൽ 1000 തെങ്ങാണ്. എവിടെയാണ്? 1000 തെങ്ങ്, കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ കണ്ടൽ ഗവേഷണ കേന്ദ്രം. 1000 തെങ്ങ്. ഇനി നെക്സ്റ്റ് വൺ, നമ്മള് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേരാണ് പഠിക്കാൻ പോകുന്നത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്കപ്പോഴും എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്. കേരളത്തിൽ വന ഗവേഷണ കേന്ദ്രം അഥവാ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? എവിടെ അറിയോ നിങ്ങൾക്ക്? പീച്ചിയിലാണ്. എന്നാണ് വർഷം? 1975 അത് നിലവിൽ വന്നത്. അതുപോലെ തന്നെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അങ്ങനെ ഒരു സ്ഥാപനം കൂടി ഉണ്ട്. അത് കോട്ടയം ജില്ലയിൽ വാരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് നിലവിൽ വന്നത്. 1975 തന്നെയാണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന വർഷം തന്നെയാണ് കേട്ടോ. ഇനി കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ്, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാടാണ്. എവിടെയാണ്? വഴുതക്കാട്. വഴുതക്കാട് എവിടെയാണ്? തിരുവനന്തപുരം ജില്ല. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പണ്ട് ദൂരദർശന്റെ ഒക്കെ പരിപാടികൾ കേൾക്കുമ്പോൾ ദൂരദർശൻ കേന്ദ്രം വഴുതക്കാട് PO തിരുവനന്തപുരം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ആ വഴുതക്കാടാണ്, തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം. ഇനി കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അരിപ്പ. എവിടെയാണ്? അരിപ്പ. അരിപ്പയും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് കേട്ടോ. ഇനി കേരളത്തിൽ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി കാണപ്പെടുന്നതും അരിപ്പയിലാണ്. ഫസ്റ്റ് ഫോറസ്റ്റ് അക്കാദമി ഇൻ കേരള, അരിപ്പ. അപ്പൊ ഒന്നും കൂടെ പറയാം. കേരളത്തിൽ വനം കൂടുതലുള്ള ജില്ല ഇടുക്കി, വനം കുറവുള്ള ജില്ല ആലപ്പുഴ, റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ട, റിസർവ് വനം കുറവുള്ള ജില്ല ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ റിസർവ് വനം വിയ്യാപുരം. ഇനി കേരളത്തിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് കണ്ണൂര്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടി. കണ്ടൽ ഗവേഷണ കേന്ദ്രം 1000 തെങ്ങ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി വന്ന വർഷം 1975. പീച്ചി ഏതാ ജില്ല അറിയില്ലേ എല്ലാവർക്കും? തൃശ്ശൂരാണ് കേട്ടോ ജില്ല. ഇനി കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം. കോട്ടയം ജില്ലയിലെ വാരാപ്പുഴ വന്ന വർഷം 1975. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് വഴുതക്കാട്. കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അരിപ്പ. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമിയും എവിടെ തന്നെയാണ്? അരിപ്പയിൽ തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കൂ. കേരളത്തിൽ വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. കേരളത്തിൽ വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. 1986 കേരളത്തിൽ എന്ത് നിലവിൽ വന്നു? വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നു. ഇനി കേരളത്തിൽ വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം 1998. കേരളത്തിൽ വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം 1998. ശ്രദ്ധിക്കണം, അത് ആരുടെ സഹായത്താലാണ് കേരളത്തിൽ വനവൽക്കരണ പദ്ധതി ആരംഭിച്ചതെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും വേൾഡ് ബാങ്കിന്റെ സഹായത്താൽ. അപ്പൊ വേൾഡ് ബാങ്കിന്റെ സഹായത്താലാണ് കേരളത്തിൽ എന്താരംഭിച്ചത്? വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത്. വർഷം എന്നാണ്? 1998. ഇനി കേരളത്തില് വനവൽക്കരണത്തിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരമാണ് തേക്ക്. വനവൽക്കരണത്തിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരം തേക്ക്. തേക്കിന്റെ ശാസ്ത്രീയ നാമം നോക്കൂ, ടെക്ടോണ ഗ്രാൻഡിസ്. ഏതാണ്? ടെക്ടോണ ഗ്രാൻഡിസ്. അതാണ് തേക്കിന്റെ ശാസ്ത്രീയ നാമം. ഇനി നോക്കൂ, ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം കാണപ്പെടുന്നത്, ലോകത്തെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം കാണപ്പെടുന്നത് നിലമ്പൂരിലെ കനോലി പ്ലോട്ടിലാണ്. നിലമ്പൂരിലെ കനോലി പ്ലോട്ടാണ് ലോകത്തെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം എന്നറിയപ്പെടുന്നത്. ഇത് ആരംഭിച്ചത് കനോലിയാണ്. ആരാണ്? കനോലി പ്ലോട്ട് അല്ലെങ്കിൽ ഈ തേക്കിൻ തോട്ടം ആരംഭിച്ചത് കനോലിയാണ്. ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയവും ഇത് തന്നെയാണ്. നിലമ്പൂരിലെ കനോലി പ്ലോട്ട് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം കാണപ്പെടുന്നതും നിലമ്പൂരിൽ തന്നെയാണ്. ഇനി ലോകത്ത് ആദ്യമായി GI ടാഗ് ലഭിച്ച മരം, അതായത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച മരം ലോകത്ത് ആദ്യമായിട്ട് കേട്ടോ. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗിന്റെ മലയാളം എന്താ? ഭൗമ സൂചിക പദവി. ഇപ്പൊ ലോകത്ത് ആദ്യമായി
ഭൗമ സൂചിക പദവി ലഭിച്ച മരമാണ് നിലമ്പൂർ തേക്ക്. ലോകത്താദ്യമായി ഭൗമ സൂചിക പദവി ലഭിച്ച മരമാണ് നിലമ്പൂർ തേക്ക്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം. അപ്പൊ ഈ നിലമ്പൂർ എന്ന് പറയുന്ന ഭാഗം തന്നെ ഇവിടെ മാറി. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം കാണപ്പെടുന്നത് പറമ്പിക്കുളത്താണ്. എവിടെയാണ്? പറമ്പിക്കുളത്താണ് കാണപ്പെടുന്നത്. അതിന്റെ പേര് കന്നിമാര. ചില ബുക്കുകളിൽ കന്നിമാര, ചിലത്തില് കന്നിമരം എന്നൊക്കെ കാണാണ്ട് കേട്ടോ. രണ്ടായാലും ശരി തന്നെയാണ്. അതിപ്പോ നമ്മള് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പറമ്പിക്കുളത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം. അപ്പൊ എല്ലാ തേക്കിന്റെ കാര്യങ്ങളും മുഴുവൻ നമ്മൾ നിലമ്പൂര് പറയുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം ഏതാണ്? കന്നിമരം കാണപ്പെടുന്നത് എവിടെയാണ്? പറമ്പിക്കുളം. ഒന്നും കൂടെ പറയാം. കേരളത്തിൽ വൃക്ഷ സംരക്ഷണ നിയമം 1986 വന്നു. വനവൽക്കരണ പദ്ധതി 1998 വന്നു. വനവൽക്കരണ പദ്ധതി ആരുടെ സഹായത്തോടു കൂടി നമ്മൾ തുടങ്ങി? വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി തുടങ്ങി. കേരളത്തിൽ വനവൽക്കരണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ മരം ഏതാണ്? തേക്കാണ്. തേക്കിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ടെക്ടോണ ഗ്രാൻഡിസ് എന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം കാണപ്പെടുന്നത് നിലമ്പൂരിലെ കനോലി പ്ലോട്ടിലാണ്. ഇത് ആരംഭിച്ചത് കനോലിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയവും നിലമ്പൂർ തന്നെയാണ്. ലോകത്താദ്യമായി ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച മരവും നിലമ്പൂർ തേക്കാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം കാണപ്പെടുന്നത് പറമ്പിക്കുളത്താണ്. അതിന്റെ പേരാണ് കന്നിമരം അല്ലെങ്കിൽ കന്നിമാര എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പദ്ധതികൾ പഠിക്കാം. അതിൽ ആദ്യത്തത് എന്റെ മരം. നോക്കൂ, അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടു കൂടി നടത്തുന്ന വനവൽക്കരണ പദ്ധതിയുടെ പേരാണ് എന്റെ മരം. അപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൂടി സഹകരിച്ച് നടത്തുന്ന വനവൽക്കരണ പദ്ധതിയാണ് എന്റെ മരം. ഇതിനെ ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അപ്പൊ ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ഒരു പദ്ധതി കൂടിയാണ് ഏത്? എന്റെ മരം എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മുടെ മരം നോക്കൂ. നമ്മുടെ മരം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൂടി തന്നെ തുടങ്ങിയ പരിപാടിയാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത കേരളത്തിലെ വിദ്യാലയങ്ങളെ ഹരിതാപമാക്കാൻ തുടങ്ങിയ പരിപാടിയാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളെ ഹരിതാപമാക്കാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൂടെ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നമ്മുടെ മരട്ടം. ഇനി അടുത്തത് ഹരിതതീരം പദ്ധതി. ഹരിതതീരം പദ്ധതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും കൂടി തുടങ്ങിയ പരിപാടിയാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശം? തീരദേശങ്ങൾ ഉണ്ടല്ലോ, തീരദേശങ്ങളിലെ ജൈവ സംരക്ഷണം ഉറപ്പാക്കാൻ കൊണ്ടുവന്ന പദ്ധതി. അപ്പൊ തീരദേശങ്ങളിലെ ജൈവ സംരക്ഷണത്തിനായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും കൂടി സംയോജിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരാണ് ഹരിത, അല്ലെങ്കിൽ അവരുടെ സഹകരണം മൂലം കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയുടെ പേരാണ് ഹരിതതീരം പദ്ധതി. അടുത്തത് സഞ്ജീവനി വനം. എന്താണ് സഞ്ജീവനി വനം? ഔഷധ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ, അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പ്രോഗ്രാമിന്റെ പേരാണ് സഞ്ജീവനി വനം. അപ്പൊ ഔഷധ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ സഹായത്തോടു കൂടി കൊണ്ടുവന്ന പരിപാടിയുടെ പേരാണ് സഞ്ജീവനി വനം. ഇനി അടുത്തതാണ് വനശ്രീ. എന്താണ് വനശ്രീ? വനവിഭവങ്ങൾ വിപണനം ചെയ്യാനുള്ള ഒരു പദ്ധതിയുടെ പേരാണ് വനശ്രീ. അപ്പോൾ വനത്തിൽ ധാരാളം വളരെ മൂല്യവത്തായിട്ടുള്ള ധാരാളം പ്രോഡക്റ്റുകൾ വനങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ വിപണനം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വനശ്രീ. നെക്സ്റ്റ് വൺ വിദ്യാവനം. എന്താ വിദ്യാവനം? സാധാരണ വിദ്യാലയങ്ങളില് നമ്മൾക്ക് കുറച്ച് ഏരിയ ഒക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ ആ ഏരിയ സ്വാഭാവിക വനമായിട്ട് നമുക്ക് തോന്നിക്കണം. അങ്ങനെയുള്ള രീതിയിൽ എന്താണ് ജൈവ വൈവിധ്യമുള്ള ചെറിയ ചെറിയ വനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ചെറിയ ചെറിയ വനങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന പദ്ധതിയുടെ പേരാണ് വിദ്യാവനം. അപ്പൊ വിദ്യാവനം വിദ്യാലയങ്ങളിലാണ്. അവിടെ കുറച്ച് ഏരിയ ഉണ്ടാവുള്ളൂ, നമുക്കറിയാം. ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവണം നിർബന്ധമില്ല. ചെറിയ ചെറിയ വിദ്യാലയങ്ങൾ അവിടെ അവരുടെ ആ സാന്ദ്രതയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഏരിയക്ക് അനുസരിച്ച് ജൈവ വൈവിധ്യമുള്ള ചെറിയ വനങ്ങൾ നമ്മൾ നട്ടു വളർത്തി കൊണ്ടുവരിക. അപ്പൊ അതിനെ നമുക്ക് സ്വാഭാവിക വനമായിട്ട് തോന്നുകയും വേണം. അപ്പൊ അത്തരം പദ്ധതിയുടെ പേരാണ് എന്താ? വിദ്യാവനം എന്ന് പറഞ്ഞ കേട്ടോ. ഇനി നോക്കൂ, പച്ചത്തുരുത്ത്. എന്താണ് പച്ചത്തുരുത്ത്? ഇനി തരിശുഭൂമി. നമുക്കറിയാം ധാരാളം തരിശുഭൂമികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ തരിശുഭൂമിയിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ച് പിടിപ്പിക്കാനായിട്ട് ഹരിത കേരളം മിഷൻ ആരംഭിച്ച പദ്ധതിയാണ്
പച്ചത്തുരുത്ത്. അപ്പൊ പച്ചത്തുരുത്ത് കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്ന തരിശുഭൂമികള് വനവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതിനുവേണ്ടി ആരാണ് ഇതിന് മുൻകൈ എടുത്തത്? ഹരിത കേരള മിഷനാണ് അതിന് മുൻകൈ എടുത്തത്. ഇനി കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. കേരളത്തില് പച്ചത്തുരുത്ത് സൃഷ്ടിക്കുന്ന ആദ്യത്തെ പോലീസ് സ്റ്റേഷന്റെ പേര് ചോദിക്കാച്ചാൽ നമ്മൾ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പറയും. അപ്പൊ എൻഡമനം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൂടെ കൊണ്ടുവന്നു, വനവൽക്കരണത്തിനായിട്ട് കൊണ്ടുവന്നു. അതിന് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായി. നമ്മുടെ വനം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും തന്നെ സഹകരണത്തോടുകൂടെ വന്നതാണ്. വിദ്യാലയങ്ങളെ ഹരിതാപമാക്കാനാണ്. ഹരിതതീരം പദ്ധതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും കൊണ്ടുവന്നു. തീരദേശത്തെ ജൈവ സംരക്ഷണം ഉറപ്പാക്കാൻ സഞ്ജീവനി വനം ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ സഹായത്തോടു കൂടെ കൊണ്ടുവന്നു, ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ. നെക്സ്റ്റ് വൺ വനശ്രീ, വനവിഭവങ്ങൾ വിപണനം ചെയ്യാൻ കൊണ്ടുവന്ന പദ്ധതി. നെക്സ്റ്റ് വൺ വിദ്യാവനം, വിദ്യാലയങ്ങളില് ചെറിയ ചെറിയ വനങ്ങള്, സ്വാഭാവിക വനങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന ചെറിയ ചെറിയ വനങ്ങള് എങ്ങനെ വെച്ച് പിടിപ്പിക്കുക? ജൈവ വൈവിധ്യത്തോടു കൂടി വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതി. അടുത്തത് പച്ചത്തുരുത്ത് തരിശുഭൂമിയില് വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ച് പിടിപ്പിക്കാൻ കേരള ഹരിത മിഷൻ, ഹരിത കേരള മിഷൻ കൊണ്ടുവന്ന പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് സൃഷ്ടിക്കുന്ന പോലീസ് സ്റ്റേഷനാണ് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചു നോക്കൂ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. പരീക്ഷയ്ക്കൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? തെന്മലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് തെന്മല. ഇനി ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ചോദിച്ചു കഴിഞ്ഞാലും അതിന് ഉത്തരവ് ഇത് തന്നെയാണ്, തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും തെന്മല. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. അപ്പൊ ഒന്നും കൂടെ പറയൂ, നമുക്കൊന്നും കൂടെ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. നെക്സ്റ്റ് വൺ ഒന്ന് രണ്ട് കുറച്ച് ബയോസ്ഫിയർ റിസർവ്, എലിഫന്റ് റിസർവ്, ടൈഗർ റിസർവ്. ഇതും കൂടെ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ കേരളത്തിന്റെ ഭാഗമായ രണ്ട് ബയോസ്ഫിയർ റിസർവുകളാണ് നീലഗിരിയും അഗസ്ത്യമലയും. ഏതാണ്? നീലഗിരി, അഗസ്ത്യമല. കേരളത്തിലെ 4 എലിഫന്റ് റിസർവുകളാണ് വയനാട്, നിലമ്പൂര്, ആനമുടി, പെരിയാറ്. വയനാട്, നിലമ്പൂര്, ആനമുടി, പെരിയാറ്. ഇനി കേരളത്തിലെ 2 ടൈഗർ റിസർവുകളാണ് പെരിയാറും പറമ്പിക്കുളവും. ഇത് നമ്മൾ പെരിയാറും പറമ്പിക്കുളവും ഒക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതായത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നമ്മൾ അതൊക്കെ പഠിക്കും. അപ്പൊ ഇതൊന്നും കൂടി ഞാൻ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുകൾ, കേരളത്തിന്റെ ഭാഗമായ ബയോസ്ഫിയർ റിസർവുകൾ നീലഗിരി, അഗസ്ത്യമല. ഇനി കേരളത്തിലെ 4 എലിഫന്റ് റിസർവുകൾ വയനാട്, നിലമ്പൂര്, ആനമുടി, പെരിയാറ്. കേരളത്തിലെ 2 ടൈഗർ റിസർവുകൾ പെരിയാറ്, പറമ്പിക്കുളം. ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ വനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ കഴിയാണ്. അപ്പോൾ വനങ്ങൾ കഴിഞ്ഞു. അപ്പൊ നമ്മൾ കേരളത്തിന്റെ ബേസിക് ഫാക്ട്സ് തുടങ്ങി. അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പ്രതീകങ്ങളെ കുറിച്ച്, സിമ്പിൾസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ദേശീയോദ്യാനങ്ങളെ കുറിച്ച് പറഞ്ഞു, വനങ്ങൾ പറഞ്ഞു. അപ്പൊ ടോപ്പിക്കുകൾ 1 by 1 ആയിട്ട് ഭംഗിയായിട്ട് കേട്ട് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള നല്ല നിർദ്ദേശങ്ങൾ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എന്ത് കമന്റ്സ് ആണെങ്കിലും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഡെയിലി നിങ്ങൾക്ക്
അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുള്ളൂ. കൂടാതെ ക്ലാസ് ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം ഏറ്റവും വളരെ നല്ല വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക്